കേട്ടത് വയനാട് ജില്ലയിൽ താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരൻ ചെയ്ത ക്രൂര കൃത്യത്തെക്കുറിച്ചാണ്. ലഹരിക്ക് അടിമയായ ചെറുപ്പക്കാരനെ ലഹരിക്ക് നിന്ന് വിമോചിപ്പിക്കേണ്ടതിന് ബാംഗ്ലൂരുള്ള ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ട് ചെന്നാക്കി. അവനവിടെ നിന്ന് എങ്ങനെയോ പുറത്തിറങ്ങി. അവൻ്റെ അമ്മ ചില നാളുകളായി മാരകമായ ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നു. ആ അമ്മ അനിയത്തിയുടെ വീട്ടിൽ ചികിത്സയിലും വിശ്രമത്തിലും കിടക്കുമ്പോൾ അവിടെ ചെന്ന് അയൽവക്കത്തെ വീട്ടിൽ നിന്ന് വാക്കത്തി വാങ്ങിച്ച് രോഗിയായി കിടക്കയിലായിരിക്കുന്ന മാതാവിനെ നിർദ്ദയം ആ മകൻ വെട്ടിക്കൊന്നു. ആവർത്തിച്ച് ആ അമ്മയെ ആ മകൻ വെട്ടിക്കൊല്ലുമ്പോൾ അമ്മയെ നോക്കിക്കൊണ്ട് ആ മകൻ പറഞ്ഞത്, നിങ്ങൾ എനിക്ക് ജന്മം തന്നതിന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന പ്രതിഫലമാണ്, നിങ്ങൾക്ക് നൽകുന്ന സമ്മാനമാണ്. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. പാലക്കാട് ജില്ലയിൽ ചെന്താമര എന്ന പേരുള്ള ഒരു വയോധികനായ മനുഷ്യൻ ഒരു കുലക്കുറ്റത്തിന് അറസ്റ്റിലായി 5 വർഷത്തോളം ജയിൽവാസം കഴിഞ്ഞ് ജാമ്യത്തിൽ പുറത്തിറങ്ങി. അദ്ദേഹത്തിന്റെ അകത്ത് വൈരാഗ്യം മാറിയില്ല. 5 വർഷത്തോളം പക ഹൃദയത്തിൽ കൊണ്ടു നടന്നു. ജാമ്യത്തിലിറങ്ങി തക്കം കിട്ടിയപ്പോൾ നേരത്തെ താൻ കൊന്നു തള്ളിയ ആ സഹോദരിയുടെ ഭർത്താവിനെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും അവരുടെ വീടിന്റെ മുമ്പിലിട്ട് ആ വഴിയിലിട്ട് നിർദ്ദയം വെട്ടിക്കുന്നു ചെന്താമര എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ആ വാർത്തയും നമ്മൾ കേട്ടു. ആ വാർത്ത അതിന്റെ ചൂടാറുന്നതിന് മുമ്പ് എറണാകുളത്ത് നമ്മൾ കേട്ടു ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹവും ലഹരിക്കടിമയാണ്. അദ്ദേഹവും തന്റെ തൊട്ട് അയൽവാസിയായ ആ കുടുംബവുമായിട്ട് ദീർഘനാളുകളായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നാളുകൾക്ക് മുമ്പ് അദ്ദേഹവും അവരുമായിട്ട് പല തരത്തിൽ ഉരസലുകൾ ഉണ്ടായിട്ടുണ്ട്, വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഒടുവിൽ അദ്ദേഹം കയ്യിലൊരു ഇരുമ്പ് വടിയും കരുതിക്കൊണ്ട് ആ വീട്ടിലേക്ക് കയറി ചെന്ന് കണ്ണിൽ കണ്ടവരെയെല്ലാം വെട്ടിക്കുന്നു, തല്ലിക്കൊന്നു. അതിൽ ഒരു ചെറുപ്പക്കാരൻ മാത്രമാണ് രക്ഷപ്പെട്ടത്. ബാക്കിയുള്ള 3 പേര് തൽക്ഷണം മരണപ്പെട്ടു. ചെറുപ്പക്കാരൻ ദീർഘദിവസങ്ങൾ സുബോധം നഷ്ടപ്പെട്ട് ഓർമ്മ നഷ്ടപ്പെട്ട് ആശുപത്രിയിൽ അഭയം പ്രാപിച്ചു. ആ ചൂട് വാർത്ത അവസാനിക്കുന്നതിന് മുൻപ് നമ്മൾ കേട്ടു മറ്റൊരു വാർത്ത. ഒരു ചെറുപ്പക്കാരൻ കിലോമീറ്ററുകൾ ഒരു ദിവസം ബൈക്കിൽ സഞ്ചരിച്ചുകൊണ്ട് സ്വന്തം ഉമ്മയെയും അനിയനെയും തന്റെ വല്യമ്മയെയും അപ്പന്റെ ജ്യേഷ്ഠനെയും അവരുടെ സഹോദരിയെയും ഒക്കെ നിർദ്ദയം ചുറ്റിക കൊണ്ട് അടിച്ചു വീഴ്ത്തി. അതിൽ രക്ഷപ്പെട്ടത് ആ പാവം ഉമ്മ മാത്രം. ബാക്കിയുള്ളവരെല്ലാം മരണപ്പെട്ടുപോയി. അതിലേറെ സങ്കടം തോന്നിയത് താനേറെ സ്നേഹിക്കുന്ന, എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന, കരുതുന്ന സ്വന്തം അനുജന്റെ മുഖം ചുറ്റിക കൊണ്ട് അടിച്ച് ആ ചെറുപ്പക്കാരൻ വികൃതമാക്കി കളഞ്ഞു. എന്നിട്ട് യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ, യാതൊരു ഭയവും കൂടാതെ, യാതൊരു മാനസിക സങ്കോചവും കൂടാതെ ചിരിച്ചുകൊണ്ട് തന്റെ കൂട്ടുകാരനെ കണ്ട് ഞാനിപ്പോൾ സ്റ്റേഷൻ വരെ പോയിട്ട് കാര്യം പറഞ്ഞിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് കയറി ചെന്ന് താൻ ചെയ്ത കൊലപാതകങ്ങളെ കുറിച്ച് വിവരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഇങ്ങനെ നാം കേൾക്കേണ്ടി വന്ന വാർത്തകൾ നിരവധിയാണ്. ഇത് ഈ 2025 എന്ന് പറയുന്ന വർഷത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം മാത്രം നടന്നിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ഓർമ്മപ്പെടുത്തിയത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു പൊതുവായ കാരണമുണ്ട്. ഒരു പൊതുവായ കാരണം എന്താണ്? ഇത് ചെയ്തവരെല്ലാം ലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ളതാണ്. ലഹരിക്ക് അടിമയായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ ദീർഘനാളുകളായി ബാധിച്ചിരിക്കുന്ന ഗുരുതരമായ ഒരു പ്രശ്നമാണ് ലഹരി എന്നുള്ളത്. ലഹരിയുടെ ചരിത്രത്തിന് മനുഷ്യന്റെ ചരിത്രത്തോളം പഴക്കമുണ്ട് എന്ന് വേണം കരുതുവാൻ. താൽക്കാലിക സന്തോഷങ്ങളെ തേടിക്കൊണ്ട് മനുഷ്യന് ദൈവം കൊടുത്ത സ്വാഭാവിക സന്തോഷങ്ങളെ തൃപ്തിയല്ലാതെ മനുഷ്യൻ കൂടുതൽ ഉന്മാദങ്ങൾക്ക് വേണ്ടി കുറുക്കുവഴികൾ തേടിയപ്പോൾ അവന്റെ അന്വേഷണത്തിൽ അവൻ കണ്ടെത്തിയ വിഷദ്രാവകങ്ങളാണ് ഈ ലഹരി വസ്തുക്കൾ എന്നുള്ളത്. എന്നാൽ കാലക്രമേണ ലഹരി എന്ന ഈ വിഷപദാർത്ഥങ്ങൾക്കും പുരോഗമനമുണ്ടായിട്ടുണ്ട്. ഒരു കാലത്ത് കള്ളും മറ്റ് വിദേശ മദ്യവും ഒക്കെയായിരുന്നു നമ്മുടെ നാട്ടിൽ ലഹരിയായി ലഭിച്ചിരുന്നതെങ്കിൽ പിന്നീട് പല പേരുകളിൽ, പല രൂപത്തിൽ, പല നിറങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ ലഹരി വ്യാപിക്കുവാൻ തുടങ്ങി. കഞ്ചാവായും കറുപ്പായും മറ്റ് ലഹരി വസ്തുക്കൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഇടതടവില്ലാതെ കടന്നു കയറി. ഏറ്റവും ഒടുവിൽ ഒറ്റ ഉപയോഗത്തിൽ തന്നെ ഉപയോഗിക്കുന്ന വ്യക്തിയെ അടിമയാക്കി മാറ്റി അകാല മരണത്തിലേക്ക് അതിവേഗത്തിൽ തള്ളിവിടുന്ന മാരക പ്രകടശേഷിയുള്ള ന്യൂ ജനറേഷൻ സിന്തറ്റിക് ലഹരികളിൽ എത്തി നിൽക്കുകയാണ്. ഖരരൂപത്തിലുള്ളതും ദ്രവരൂപത്തിലുള്ളതും വാതക രൂപത്തിലുള്ളതുമായ ലഹരി പദാർത്ഥങ്ങൾ ഇന്ന് നമ്മുടെ
സമൂഹത്തിൽ സുലഭമായി ലഭ്യമായി കൊണ്ടിരിക്കുകയാണ്. ഇത് ഏറെ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാരെയാണ്, വിദ്യാർത്ഥികളെ ആണ് എന്നുള്ളത് ഏറെ സങ്കടകരമാണ്. ചില നാളുകൾക്ക് മുൻപ് മലപ്പുറം ജില്ലയിൽ ഒരു ചെറുപ്പക്കാരനെ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വസ്തു വിൽപ്പന നടത്തിയതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യാനിടയായി, എക്സൈസ് വകുപ്പ് അറസ്റ്റ് ചെയ്യാനിടയായി. ആ ചെറുപ്പക്കാരനെ അവർ കൈയോടെ പിടികൂടി അവരുടെ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തപ്പോൾ പോലീസ് അധികാരികൾ, എക്സൈസ് അധികാരികൾ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഈ നാട്ടിൽ ഇത്രയും ആളുകൾ ഉണ്ടായിട്ടും നീ എന്തിനാണ് പാവം കുട്ടികൾ പഠിക്കുന്ന, ഒന്നുമറിയാത്ത കുഞ്ഞുങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സമീപം നീ ഇത് വെക്കുന്നത്? എന്തിനാണ് നീ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുന്നത്? ആ ചെറുപ്പക്കാരൻ കൊടുക്കുന്ന മറുപടി കേരളത്തിലെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു മറുപടിയാണ്. ആ ചെറുപ്പക്കാരൻ, 26 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ തന്നെ ചോദ്യം ചെയ്ത എക്സൈസ് അധികാരികളോട് പറഞ്ഞൊരു മറുപടി, സാറേ, ഞാനൊരു കുട്ടിയെ ലഹരിക്ക് ഈ പ്രായത്തിൽ അടിമയാക്കിയാൽ എനിക്ക് ലഭിക്കുന്നത് ഒരു ദീർഘകാല ഉപഭോക്താവിനെയാണ്. അദ്ദേഹം പറഞ്ഞു വെച്ചത് 7 വയസ്സോ 8 വയസ്സോ 10 വയസ്സോ 12 വയസ്സോ പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയെ ഞാൻ ലഹരിക്ക് അടിമയാക്കി കഴിഞ്ഞാൽ അവൻ എത്ര കാലം ഈ ഭൂമിയിൽ ജീവിക്കുന്നു അത്രയും കാലത്തേക്ക് എനിക്കൊരു ഉപഭോക്താവിനെ കിട്ടുകയാണ്. എന്റെ കയ്യിൽ നിന്ന് ലഹരി വസ്തു വാങ്ങി ഉപയോഗിക്കാനുള്ള ഒരു ഉപഭോക്താവിനെ എനിക്ക് ദീർഘകാലത്തേക്ക് കിട്ടുകയാണ്. ഒരു മധ്യവയസ്സിനെ ഞാൻ വയസ്സിനെ ലക്ഷ്യമാക്കിയാൽ അവരുടെ ആയുസ്സിന്റെ പകുതിയും മുക്കാലും കഴിഞ്ഞുപോയവരാ. അധിക കാലം ഇനി അവർ ജീവിച്ചിരിക്കുകയില്ല. അതുകൊണ്ട് എനിക്ക് അവരെ ഒരു ദീർഘകാല ഉപഭോക്താവാക്കാൻ കഴിയില്ല. പക്ഷേ ഒരു വിദ്യാർത്ഥിയെ ഞാൻ അടിമയാക്കിയാൽ എനിക്ക് ഒരു ദീർഘകാല ഉപഭോക്താവിനെ ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അവർക്കിടയിൽ അത് വിൽപ്പന നടത്തുന്നത്. അങ്ങനെ ലഹരി മാഫിയ നമ്മുടെ കുഞ്ഞുങ്ങളെ ദീർഘകാല ഉപഭോക്താവായും ലഹരിയുടെ കാരിയർമാരായും ലഹരിയുടെ വിൽപ്പനക്കാരായും കാലക്രമേണ മാറ്റിയെടുക്കാൻ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ വിജയിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഇന്ന് കേൾക്കുന്ന വാർത്തകളിൽ അധികവും ലഹരി ഉപയോഗിച്ചതിന്റെ പേരിൽ, ലഹരി കൈവശം വെച്ചതിന്റെ പേരിൽ, ലഹരി നടത്തിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് വിദ്യാർത്ഥികളാണ്. മുൻകാലങ്ങളിൽ ആൺകുട്ടികൾ മാത്രമായിരുന്നു ഇത്തരം കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നതെങ്കിൽ ഇന്ന് പെൺകുട്ടികൾ, യുവതികൾ അടക്കം ഈ കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു വല്ലാത്ത ഗതികേട് നമ്മുടെ സമൂഹത്തിൽ സംജാതമായിരിക്കുകയാണ്. ഇത് അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ അക്രമവാസനകൾ വർദ്ധിച്ചിരിക്കുന്നു, കൊലപാതകങ്ങൾ പെരുകിയിരിക്കുന്നു, അടിപിടികൾ കൂടിയിരിക്കുന്നു. നമുക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ വഴിയോരത്ത് ആരെങ്കിലുമൊക്കെ തമ്മിൽ ഉരസിയാൽ, തമ്മിൽ വാക്കേറ്റമുണ്ടായാൽ, കൂടുതൽ അങ്ങേയറ്റം പോയാൽ എന്താ സംഭവിക്കുന്നത്? ഏറിപ്പോയ 2 ചീത്തവിളി, അതുമല്ലെങ്കിൽ 2 ഉന്തും തള്ളും, അവിടം കൊണ്ട് കഴിഞ്ഞു. ആ പ്രശ്നം അവിടം കൊണ്ട് അവസാനിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ആ പ്രശ്നം നീണ്ടുപോകാറില്ല. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഒരു വാക്കേറ്റം ആരെങ്കിലും വഴിയോരത്ത് വെച്ചുണ്ടായാൽ, ഒരു ചെറിയ നിസാര പ്രശ്നത്തിന്റെ പേരിൽ ഉണ്ടായാൽ പിന്നെ നടക്കുന്നത് കൊലപാതകമാണ്. കയ്യിൽ കരുതിയത് വാളാണോ, കത്തിയാണോ, ബോംബാണോ അറിയത്തില്ല. അത് എടുത്തുകൊണ്ട് അത് തന്റെ എതിരാളിയെ നിർദ്ദയം വെട്ടിക്കൊല്ലാൻ, കുത്തിക്കൊല്ലാൻ, വീട്ടിൽ കയറി ഭർത്താവിന്റെ, മക്കളുടെ, മാതാപിതാക്കളുടെ മുൻപിലിട്ട് വെട്ടിക്കൊല്ലാൻ മടിക്കാത്ത ഒരു തലമുറ ഇവിടെ ഉളവായിരിക്കുന്നു. അതിന്റെ പിന്നിൽ അവനെ പ്രേരിപ്പിക്കുന്ന ഘടകം ലഹരിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത് അപകടത്തിലേക്കാണ് നമ്മുടെ സമൂഹം നീങ്ങുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിന്റെ നിലനിൽപ്പ് വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ അധികാരികൾ ലഹരി ഉപയോഗത്തെയും ലഹരി വ്യാപനത്തെയും ലഹരി വിപണനത്തെയും തടയാൻ, അതിന് അതിരിടാൻ വേണ്ടി അവർ ആവോളം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ലഹരി വിരുദ്ധ ദീപം തെളിയിക്കുന്നു, ലഹരി വിരുദ്ധ മനുഷ്യ ചങ്ങല തീർക്കുന്നു, ലഹരി വിരുദ്ധ ആപ്തവാക്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നു, ക്യാമ്പയിൻ നടത്തുന്നു, സ്കൂളുകൾ, കോളേജുകളിൽ ബോധവൽക്കരണ സെമിനാറുകൾ നടത്തുന്നു, സന്നദ്ധ സംഘടനകൾക്ക്, സാംസ്കാരിക പ്രവർത്തകർക്ക്, മത സംഘടനകൾക്കൊക്കെ സർവതന്ത്ര സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്നു ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടത്താൻ. ഒരു വശത്ത് ലഹരിക്കെതിരെയുള്ള പോരാട്ടം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലഹരി മാഫിയ തടിച്ചു കൊഴുത്തുകൊണ്ടിരിക്കുന്നു. നൂതന മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് ലഹരി എന്ന ഈ വിഷ വസ്തുക്കളെ, മാരകമായ പ്രഹരശേഷിയുള്ള ഈ അപകടകാരിയായ വസ്തുക്കളെ സമൂഹത്തിന്റെ നെറുകയിലേക്ക് വലിച്ചെറിയുകയാണ്. നമുക്കെങ്ങനെ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടുവാൻ കഴിയും? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ലഹരിയെക്കുറിച്ച് മാത്രം ഞങ്ങൾ അഡ്രസ് ചെയ്യുമ്പോൾ ലഹരി മാത്രമല്ല മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന ഗുരുതരമായ പ്രശ്നം എന്നുകൂടെ ഈ സമയത്ത് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾ ഇന്നലെയും നടന്നു. കോട്ടയം ജില്ലയിൽ
ഞാൻ കോട്ടയം സ്വദേശിയാണ്. കോട്ടയം ജില്ലയിൽ എൻ്റെ വീടിനടുത്താണ് അയർക്കുന്നം എന്ന് പറയുന്ന ആ സ്ഥലം. അതിൻ്റെ തൊട്ടടുത്താണ് ആ സഹോദരി ഇന്നലെ 2 മക്കളെയുമായി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തത്. വിദ്യാഭ്യാസമില്ലാത്ത സഹോദരിയല്ല, കയ്യിൽ പണമില്ലാത്ത സഹോദരിയല്ല, ജീവിക്കാൻ മാർഗമില്ലാത്തൊരു സഹോദരിയല്ല, അറിയപ്പെടുന്ന ഒരു അഡ്വക്കേറ്റ്, നല്ല കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു യുവതി, നല്ല സാമ്പത്തിക ചുറ്റുപാടുള്ള ഒരു യുവതി. ആ സഹോദരി തന്റെ പെൺകുഞ്ഞുങ്ങളുമായി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അങ്ങനെ എത്രയെത്ര ആത്മഹത്യകൾ കൂട്ടമായും ഒറ്റയ്ക്കുമൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യന് മാനസിക സംഘർഷങ്ങൾ വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബ തകർച്ചകൾ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിരിക്കുകയാണ്. വലിയ ആഡംബരമായി നടത്തപ്പെടുന്ന വിവാഹങ്ങൾ, ആനയും ചണ്ടമേളവും പരിവാരങ്ങളും ബാൻഡ് സെറ്റും ഒക്കെയായി വിഭവ സമൃദ്ധമായ സദ്യയൊക്കെ നാട്ടുകാരെ വിളിച്ചു കൊടുത്ത് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ മുടക്കി ആഡംബരമായി വിവാഹം നടത്തി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. അത്ര വലിയ പണം മുടക്കി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളെങ്കിലും ആ വിവാഹ ജീവിതത്തിന്റെ ആയുഷ് എന്ന് പറയുന്നത് ഏറിയാൽ 3 മാസം അല്ലെങ്കിൽ 6 മാസം. അതിനകത്ത് രണ്ടും തണ്ടുവഴിക്ക് പിരിഞ്ഞു പോവുകയാണ്. പരസ്പരം യോജിച്ച് ജീവിക്കാൻ കഴിയാതെ, പരസ്പരം ധാരണയിൽ പോകാൻ കഴിയാതെ, ഒത്തുപോകാൻ കഴിയാതെ ജീവിതത്തിന്റെ ആരംഭ നാളുകളിൽ തന്നെ ഡൈവോഴ്സിലേക്ക് നീങ്ങുന്ന എത്ര കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതിനിടയിൽ അനാഥമായി പോകുന്ന എത്ര കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. സ്നേഹിത, ഇങ്ങനെ സമൂഹം നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധികൾ എന്താണ്? ഇതിന്റെ അടിസ്ഥാന കാരണം എന്ന് നമ്മൾ തിരിച്ചറിയണം. സമൂഹത്തിലെ എല്ലാ കൊലപാതകത്തിന്റെയും പീഡനത്തിന്റെയും മോഷണത്തിന്റെയും പിടിച്ചുപറിയുടെയും അവിഹിത ബന്ധങ്ങളുടെയും എല്ലാ അധാർമിക പ്രവർത്തനങ്ങളുടെയും മൂലകാരണമായി ലഹരി എന്ന വില്ലനെ എല്ലാവരും ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ലഹരി എന്ന വില്ലനെയല്ല, അതൊരു വില്ലൻ തന്നെയാണ്. സമൂഹത്തിന്റെ നിലനിൽപ്പിന് അത് വെല്ലുവിളി തന്നെയാണ്. പക്ഷേ ഞങ്ങൾ ഉന്നയിക്കുന്നത് ഈ ലഹരി ഉൾപ്പെടെയുള്ള സകല ധാർമ്മികതയിലേക്കും സകല സാമൂഹിക തിന്മകളിലേക്കും മനുഷ്യൻ പോകാനുള്ള കാരണം എന്താണ്? ആ കാരണം കണ്ടെത്തി ആ കാരണത്തിന് പരിഹാരം നിർദ്ദേശിക്കുന്നില്ല എങ്കിൽ മനുഷ്യൻ നടത്തുന്ന ബോധവൽക്കരണ സെമിനാറുകളും മനുഷ്യൻ നടത്തുന്ന ക്യാമ്പയിനുകളും ദീപം തെളിയിക്കലും മനുഷ്യച്ചങ്ങനെ തീർക്കലുമൊക്കെ വെറുതെയാണെന്ന് ഞങ്ങൾ ഉറക്കെ പറയാം. ഇവിടെ നിയമം കർക്കശമാക്കിയത് കൊണ്ടോ, ഇവിടെ തടവറകളുടെ എണ്ണം കൂട്ടിയത് കൊണ്ടോ, നിയമപാലകരുടെ എണ്ണം കൂട്ടിയത് കൊണ്ടോ, പുതിയ സർക്കാർ വന്നതുകൊണ്ടോ, പുതിയ നിയമങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടത് കൊണ്ടോ ഒന്നും ഈ ഗതികേടിന്, ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമെന്ന് ചിന്തിക്കാൻ കഴിയത്തില്ല പ്രിയരെ. അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ നമ്മുടെ നാട് എന്നെ മാറുമായിരുന്നു. ചില ആളുകൾ പറയുന്നു ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം പോരാ, അത് പഴയതാണ്. ന്യൂ ജനറേഷന്റെ അഭിരുചിക്കനുസരിച്ച് ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആക്കണം, കുറച്ചും കൂടെ നവീകരിക്കണം എന്ന് പറയുന്നു. അങ്ങനെ നവീകരിച്ചാൽ നമ്മുടെ വിദ്യാർത്ഥികളെ ലഹരിയിലേക്ക് പോകാതെ തടയാൻ കഴിയും. നല്ല മനോഭാവത്തിനും നല്ല സ്വഭാവത്തിനും നല്ല സംസ്കാരങ്ങൾക്കും ഉടമകളായി തലമുറയെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്ന് ഒരുപറ്റം ആളുകൾ ഇവിടെ വാദിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, തീരെ വിദ്യാഭ്യാസം ലഭ്യമാകാതിരുന്നൊരു കാലം നമ്മുടെ നാട്ടിലുണ്ട്. വഴിയോരത്തും മരത്തിന്റെ ചുവട്ടിലും ഒക്കെ ഇരുന്ന് മനുഷ്യൻ പഠിച്ചിരുന്ന ഒരു കാലഘട്ടം. എല്ലാവർക്കും വിദ്യ ചെയ്യാൻ കഴിയാതെ സമൂഹത്തിൽ ഉന്നതരും ജാതി കൊണ്ട് ഉയർന്നവരുമായ ആളുകൾക്ക് മാത്രം വിദ്യ ചെയ്യാൻ അനുവാദമുണ്ടായിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിലുണ്ട്. ആ കാലഘട്ടത്തിൽ എല്ലാവരും ചിന്തിച്ചു കൊണ്ടിരുന്നത് അന്നത്തെ പ്രശ്നങ്ങളുടെ കാരണം വിദ്യാഭ്യാസമില്ലായ്മയാണ്. വിദ്യാഭ്യാസമുണ്ടായാൽ സമൂഹത്തിന് മാറ്റമുണ്ടാകും. അതുകൊണ്ട് വിദ്യാഭ്യാസങ്ങളിൽ ഒത്തിരി പുരോഗമനമുണ്ടായി. ഇന്ന് നമ്മുടെ ക്ലാസ് മുറികൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന വിദ്യാലയങ്ങളൊക്കെ ഡിജിറ്റലൈസ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ ക്ലാസ് മുറികളാക്കി മാറ്റി. പക്ഷേ മക്കൾക്ക് മാറ്റമുണ്ടായോ? വിദ്യാർത്ഥികൾക്ക് മാറ്റമുണ്ടായോ? മനുഷ്യന് മാറ്റമുണ്ടായോ? മാറ്റമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇതൊന്നുമല്ല വിദ്യാഭ്യാസം ഇല്ലാത്തതോ, മനുഷ്യൻ സംസ്കാര സമ്പന്നനാകാത്തത് കൊണ്ടോ, മനുഷ്യന് മറ്റെന്തെങ്കിലും യോഗ്യതകൾ കുറവായത് കൊണ്ടോ അല്ല മനുഷ്യൻ ഇങ്ങനെ ധാർമ്മിക അധപ്പതനത്തിലേക്ക് പോകുന്നത്, മൂല്യച്യുതി മനുഷ്യന് സംഭവിക്കുന്നത്. ഇതിനെല്ലാം കാരണക്കാരനായ ഒരു പ്രധാന കാരണമുണ്ട്. ആ പ്രധാന കാരണത്തിലേക്ക് നമ്മൾ വിരച്ചുണ്ടുകയാണ്. ആ പ്രധാന കാരണത്തെയാണ് മനുഷ്യനിൽ കുടികൊള്ളുന്ന
പാപമെന്ന അദൃശ്യമായ ശക്തി. ഞങ്ങൾ അത് ഊന്നിപ്പറയാൻ താല്പര്യപ്പെടുന്നു, പ്രാഗൽഭ്യത്തോടെ പറയാൻ താല്പര്യപ്പെടുകയാണ്. തിരുവോല പ്രസംഗകരായ ഞങ്ങളെപ്പോലെയുള്ള സുവിശേഷകന്മാരുടെ കണ്ടുപിടുത്തമല്ല ഈ പാപം എന്ന് പറയുന്നത്. അവരുടെ ആശയധാരയിൽ ഉയർന്നു വന്ന ഒരു നൂതന ചിന്താ വിഷയവുമല്ല പാപം എന്ന് പറയുന്നത്. എത്രയോ നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ പ്രാർത്ഥിച്ചും പറഞ്ഞും ആളുകൾ ഉപദേശിച്ചും കേട്ടിട്ടുള്ള വാചകമാണ് മനുഷ്യൻ പാപിയാണ് എന്നുള്ളത്. മനുഷ്യന്റെ അകത്ത് പാപം കുടികൊള്ളുന്നത് കൊണ്ടാണ് മനുഷ്യൻ മദ്യത്തിലേക്ക് തിരിയുന്നത്. മനുഷ്യൻ പാപിയായതുകൊണ്ടാണ് ലഹരികൾ മനുഷ്യൻ ഉപയോഗിക്കുന്നത്. മനുഷ്യൻ പാപിയായതുകൊണ്ടാണ് മനുഷ്യൻ കൊലപാതകം ചെയ്യുന്നത്. മനുഷ്യൻ പാപിയായതുകൊണ്ടാണ് മനുഷ്യൻ മോഷ്ടിക്കുന്നത്. അവൻ പാപിയായതുകൊണ്ടാണ് വ്യഭിചാരം ചെയ്യുന്നത്. എല്ലാ തിന്മകളും, എല്ലാ അധാർമികതയും, എല്ലാ അസാന്മാർഗികതയും സംസ്കാരത്തിന് നിരക്കാത്തത്, മനസാക്ഷിക്ക് നിരക്കാത്തത് മനുഷ്യൻ ചെയ്തു കൂട്ടുന്നതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണക്കാരെന്ന് പറയുന്നത് മനുഷ്യന്റെ അകത്ത് കുടികൊള്ളുന്ന പാപമെന്ന അദൃശ്യമായ ശക്തിയാണ്. മനുഷ്യന്റെ സ്വഭാവത്തിൽ കലർന്നുപോയ പാപമെന്ന് പറയുന്ന ആ ഒരു അദൃശ്യമായ ശക്തി, മനുഷ്യന്റെ ശരീരത്തിൽ അവയവങ്ങളിൽ വാണരുളുന്ന പാപമെന്ന് പറയുന്ന അദൃശ്യമായ ശക്തി, ഇതാണ് മനുഷ്യനെ തിന്മയിലേക്ക് വഴി നടത്തുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ സുവിശേഷകന്മാരുടെ കണ്ടുപിടുത്തമല്ല. സ്നേഹിത, നമ്മുടെ നാട്ടിൽ എത്രയോ മതങ്ങളുണ്ട്. ആ മതങ്ങളുടെ ഗ്രന്ഥങ്ങൾ നാം പരിശോധിച്ചാൽ തന്നെ അതിനകത്ത് വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മനുഷ്യൻ പാപിയാണ് എന്നുള്ളത്. ചില മതഗ്രന്ഥങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താം. ഇസ്ലാം മത ഗ്രന്ഥമായ ഖുറാനിൽ വളരെ വ്യക്തവും കൃത്യവുമായി എഴുതി വെച്ചിട്ടുണ്ട് മനുഷ്യൻ പാപിയാണ്. പ്രവാചകന്മാർ പ്രാർത്ഥിച്ചു വന്ന പ്രാർത്ഥനയുടെ വരികൾ അതിനകത്ത് ഉണ്ട് എന്ന് ഞങ്ങളെപ്പോലെയുള്ള സുവിശേഷകന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രവാചകന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇങ്ങനെയാണത്രേ: എൻ്റെ പാപങ്ങളെ മഞ്ഞുവെള്ളം കൊണ്ട് കഴുകുന്നില്ലെങ്കിൽ ഇഹത്തിലും പരത്തിലും എനിക്കൊരു നന്മയും ലഭിക്കില്ലല്ലോ എൻ്റെ റബ്ബേ എന്ന് പ്രാർത്ഥിച്ച പ്രവാചകന്മാരുടെ പ്രാർത്ഥന വെളിപ്പെടുത്തുന്നു മനുഷ്യൻ പാപിയാണ്. ഹൈന്ദവ മതഗ്രന്ഥമാകുന്ന വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുക്കളും ഉപപുരാണങ്ങളും ഗീതയും ഒക്കെ നാം പരിശോധിച്ചാൽ അതിനകത്തും സംശയലേശമന്യേ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മനുഷ്യൻ പാപിയാണ് എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ദീർഘനാളുകൾക്ക് മുമ്പ് നമ്മുടെ ഋഷീശ്വരന്മാരൊക്കെ ഭക്ത ശിരോമണികളായ വ്യക്തികളൊക്കെ പ്രാർത്ഥിച്ചു വന്ന അനവധി നിരവധി പ്രാർത്ഥനകൾ നമുക്കറിയാം. അതിലേറ്റവും പ്രസക്തമായ ഒരു പ്രാർത്ഥന വാചകം ഇങ്ങനെയാ. അതും അധികാലത്ത് എഴുന്നേറ്റ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഇരുട്ടുള്ളപ്പോൾ തന്നെ എഴുന്നേറ്റ് ഒരു തോർത്തുമുണ്ട് അരയിൽ ഉടുത്തുകൊണ്ട് ഭക്തിയോടെ നടന്നു നീങ്ങും. എന്നിട്ട് ഒരു ജലാശയത്തെ ലക്ഷ്യമാക്കിയാണ് അദ്ദേഹം നടക്കുന്നത്. ആ ജലാശയത്തിലെത്തിയാൽ വളരെ ഭക്തി നിർഭരമായ പ്രാർത്ഥനയോടെ ആ ജലാശയത്തിലേക്ക്, തണുത്ത വെള്ളത്തിലേക്ക് ആ ഭക്ത ശിരോമണിയായ മനുഷ്യൻ ഇറങ്ങി നിൽക്കും. അങ്ങനെ ഇറങ്ങി നിന്ന് തണുത്തുറഞ്ഞ വെള്ളത്തിലേക്ക് താൻ മുങ്ങിത്താഴും. അങ്ങനെ മുങ്ങിത്താണിട്ട് പൊങ്ങി വരുമ്പോൾ കൈക്കുമ്പിളിൽ ഒരു കൈക്കുമ്പിൾ